ഈ പോലീസും സംവിധാനമൊക്കെ എന്തിനാ? എന്നാ ഇവള് തന്നെ എല്ലാം കൂടി ചെയ്യട്ടെ, അവൾ തന്നെ ഒരു കോടതിയും വെക്കട്ടെ, എന്നിട്ട് അവൾ തന്നെ നിയമം പാസ്സാക്കട്ടെ. ഞാൻ ചോദിക്കണേ എന്തിന്? അങ്ങനെ ഒരു പുരുഷൻ ചെയ്ത് അത് തെളിവ് വേണം, എന്ത് ചെയ്തു. അല്ലാണ്ട് ഇത്രയും സമൂഹത്തിലൊരു പുരുഷനെ ഒന്നും അറിയാത്തൊരു പുരുഷനിട്ട് അവൻ്റെ മാനസികാവസ്ഥ എന്താണ്? ആ ഒരു മോനെ പ്രതികരിച്ചായിരിക്കും ആ കുടുംബം ജീവിക്കുന്നത് അല്ലേ? ഒരു അമ്മയും അച്ഛനും ഉണ്ട് അവർക്ക്. ആ കുടുംബം ചെയ്ത് ഈ മോനെ എങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കും ചെയ്യാത്ത തെറ്റിന്? ജനം മുഴുവൻ കണ്ടത് നിങ്ങളുടെ മോനല്ലേ ചോദിക്കില്ലേ? അപ്പൊ ആ പറയുന്ന ആ വ്യക്തിയുടെ ദീപകിന്റെ മനസ്സിൽ എന്ത് വിഷമിച്ചു കാണും? അതല്ലേ അവർ ആത്മഹത്യ ചെയ്തത്. ഇവർക്ക് ഈ പറയുന്ന സ്ത്രീ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവരങ്ങനെ എടുക്കാൻ നിൽക്കൂ? ഒരു മര്യാദയുള്ള ഒരു മാനുള്ള സ്ത്രീയാണ് ഒരിക്കലും ഒരുത്തം മുട്ടണത് വീഡിയോ എടുത്തോണ്ടിരിക്കില്ല, സെക്കൻഡ് പ്രതികരിക്കും ഇല്ലേ? സോ ഇവർ പറയുന്ന ഒരു സംഭവത്തിൽ കൂടുതലും പറയുന്നത് ഒരു തെളിവായിട്ട് എടുക്കുന്നതായിരിക്കും. ഈ തെളിവ് നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ വേണമെങ്കിൽ പരാതിയുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞ തെളിവ് എടുക്കുന്നത് എന്തിനാ? അതെ, അതിനാണ് നമുക്ക് പോലീസ് സംവിധാനം ഉണ്ട്, സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ കാണിക്കുകയൊക്കെ. അല്ലാതെ പൊതുവായ സ്ഥലങ്ങൾ ഇങ്ങനെ എറിഞ്ഞ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് കൊന്നിരിക്കുന്നത് അല്ലേ? അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല പാവം. ആ വീഡിയോ കണ്ടാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ വീഡിയോ ഞാൻ പലവട്ടം കണ്ട ആളാണ്, എല്ലാ ആംഗിളിലും ഞാൻ നോക്കി. എന്തെങ്കിലും ഒരു ഭാഗത്ത് അയാളുടെ കൈയൊന്നും അനങ്ങുന്നുണ്ടോ? ഇല്ല.